ശൈഖ് അവർക്ക് വളരെ സേവനം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ മൈദിൽ പറയുന്നുണ്ട് ആ സംഭവം. ഒരാളുണ്ടായിരുന്നു, ആ ആള് ഇക്കാക്ക ഇക്കാക്കാന്ന് വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവരെ ഇക്കാക്കാന്ന് വിളിച്ചിരുന്നു. സയ്യിദ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ ഇക്കാക്കാന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ശൈഖ് സിറാജുദ്ദീൻ ഞങ്ങൾ എന്ത് പറഞ്ഞു ഇയാളോട്, നീ ഏതെങ്കിലും കാലത്ത് ഞാൻ മരിച്ചതിന് ശേഷം നീ കുഴങ്ങിയാൽ ഈ ഒരു വാക്കൊന്ന് വിളിച്ചാൽ മതി, ഞാൻ അവിടെ ഹാജരാകും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ മരിച്ചുപോയി. ഇയാൾ ഒരിക്കൽ ശത്രുക്കളുടെ ഇടയിൽപ്പെട്ടു. അന്യനാട്ടിൽ പോയി ശത്രുക്കളുടെ ഇടയിൽ കച്ചവടക്കാരനായിരുന്നു ഇയാൾ. ശൈഖ് സഈദ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഈ സംഭവവും ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ പറയുന്നുണ്ട്. ഈ സംഭവം പറയുന്നുണ്ട്. ദൂരനാട്ടിലേക്ക് കച്ചവടത്തിന് പോയി. ആ കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കവേ അയാൾക്കെതിരെ മറ്റുള്ളവർ ചില കുതന്ത്രങ്ങൾ കാണിച്ചു. ആ കുതന്ത്രങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അതിന്റെ ആളുകളടുത്തേക്ക് അദ്ദേഹം നേരിട്ട് പോയപ്പോൾ അവർ അദ്ദേഹത്തെ പിടിച്ച് ഹബസിലിട്ടു, കൊല്ലാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഓർമ്മ വന്ന് കൊല്ലങ്ങൾക്കും ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ഇക്കാക്കാങ്ങനെ വിളി വിളിച്ചാൽ മതി, ഞാൻ മരിച്ചാലും ബേജാറാവണ്ട, ഞാൻ വന്നോളൂ. ഒന്ന് വിളിച്ച് ഇക്കാക്ക എന്ന് വിളിച്ചിട്ടേ ഉള്ളൂ. ബഹുമാനപ്പെട്ടവർ ഒരു സംഘം മശായിഖന്മാരോടുകൂടെ മഹാന്മാരോടുകൂടെ ഹാജരാക്കി രക്ഷപ്പെടുത്തി. ഈ സംഭവം ഈ ഗ്രന്ഥത്തിൽ ഈ മൗലിദിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അല്ല കാസ്മിയെ, നിങ്ങൾ ഈ അലവലാതി ഔലിയാക്കന്മാര് മാത്രമേ ഉള്ളൂ മരിച്ച അങ്ങനെ നീച്ചു വരിക? ഇസ്ലാമില് മഹാരഥന്മാരായ ഒട്ടനവധി ആളുകള് അവര് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതിലാരെങ്കിലും തിരിച്ചു വന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളുടേത് ഈ അലവലാദികളായ ഔലിയാക്കളാണല്ലോ ഇങ്ങനെ വരുന്നത്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ തടവിൽ വെച്ചുകൊണ്ട് പീഡിപ്പിക്കുകയായിരുന്നു അക്രമികള്. എന്നിട്ട് അവിടെ അദ്ദേഹത്തെ ക്രൂരമായി വധിച്ചു കളഞ്ഞു. അതുപോലെ എത്രയെത്ര സ്വഹാബാക്കളാണ് പിന്നീട് ക്രൂരമായ പീഡനങ്ങളും മറ്റുമൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. അവിടെ ഒന്നും റസൂലുള്ള വന്നില്ല. അതുപോലെ തന്നെ ഔലിയാക്കളിൽ പ്രധാനിയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും വന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയോ അല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയോ അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിനെ ചതിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒന്നും ഇവരാരും വന്നില്ല. മുൻപ് കഴിഞ്ഞു പോയ ആളുകളായ ഔലിയാക്കളായ ആളുകളോ അവരുടെയൊക്കെ നേതാവായ പ്രവാചകനോ വന്നില്ല. പിന്നെയും ഇസ്ലാമിക ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടായി. നിങ്ങൾ ഈ താടിമ തോണ്ടി ചെവിമ പിടിച്ചു മൂക്കുമ നുള്ളി എന്ന് പറയുന്ന കാര്യത്തിന് ഈ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ കൂടി പറഞ്ഞു നടക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ചിന്തിക്കാനുള്ള ത്രാണിയുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മെയിനായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ ബന്ദിയാക്കിക്കൊണ്ടാണ് പീഡിപ്പിച്ചിരുന്നത് ക്രൂരമായിക്കൊണ്ട്. എന്തുകൊണ്ട് ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുൻപുണ്ടായിരുന്ന രണ്ട് ഖലീഫമാര്, ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇവർ രണ്ടാളും വന്നില്ല. പ്രവാചകൻ തീരെ വന്നില്ല. എന്തേ അങ്ങനെ സംഭവിക്കാതിരുന്നത്? അപ്പോ അങ്ങനെ മരിച്ചു പോയവർക്ക് ഇങ്ങനെ ഇടക്ക് തോന്നുമ്പോ ആരെങ്കിലും മൂക്കുമ്പോ നുള്ളി എന്ന് പറഞ്ഞാൽ വരാൻ പറ്റൂല എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോ ഇതിന് മുട്ടുഞ്ഞായായിട്ട് പറയാൻ സാധ്യത ഉള്ളത് എന്താണ്? അതുപോലെ റസൂലുള്ളാഹിനെ വിളിച്ചാത്തത് കൊണ്ടാണ് എന്ന് പറയും. വിളിച്ചാലും വരില്ല, വിളിച്ചിട്ടില്ലെങ്കിലും വരില്ല, വിളിച്ചാലും വരില്ല, വിളിച്ചിട്ടില്ല എങ്കിലും വരില്ല എന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് ആ പീഡനം അനുഭവിച്ചിരുന്നത്. നിങ്ങൾക്ക് നോണ പറയാൻ അള്ളന്നെ ഇറങ്ങിയൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ, നിങ്ങൾ പറയുമല്ലോ, നോണയല്ലേ പറയണത്, എന്തും പറയാലോ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെയാണ് ഇവർക്ക് പിഴച്ചത്. ഇവർക്ക് എന്ത് കാര്യത്തിലൊക്കെയാണ് പിഴച്ചത്, ഇവരുടെ വിശ്വാസം എങ്ങനെയാണ് പിഴച്ചു പോയത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മക്ക മുശ്രിക്കുകൾക്കും ഇതുപോലെയൊക്കെ തന്നെയാണ് പിഴച്ചു പോയത്. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രഭാഷണമാണ് കേൾപ്പിക്കാനുള്ളത്. മക്ക മുശ്രിക്കുകൾക്ക് പിഴച്ച ഒരു വർഗം തന്നെയാണ് ഇവര് ഈ അലവലാതി ഔലിയാക്കന്മാരെയും കൊണ്ട് നടക്കുന്ന ഈ കൗമ് എന്നുള്ളതാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിലേക്ക്. പ്രവാചകൻ വരുന്ന കാലത്ത് ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചവരാണോ അവിടെ ഉള്ളത്?
അല്ല, അല്ല ഇല്ല എന്ന് വിശ്വസിച്ചവരാണോ അവിടെ ഉള്ളത്? ആരാ ഉള്ളത്? അല്ല പറയട്ടെ, ഖുർആനിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 106-ാമത്തെ വചനം നോട്ട് ചെയ്യണം എല്ലാവരും. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. ബഹുഭൂരിപക്ഷം മനുഷ്യരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിൽ ഒരു പങ്കു ചേർക്കുന്നുണ്ട്. അല്ല പറയാൻ, അബൂജഹൽ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അബൂജഹൽ മുശ്രിക്കായത്. മുശ്രിക്കായി ഇതെന്റെ ശരീക്കാണെന്ന് പറയും നമ്മൾ. ഗൾഫ് രാജ്യത്തൊക്കെ പറയും ഇതിന്റെ ശരീക്കാണ്. അപ്പൊ ഞാനുണ്ടാവണം, എന്റെ ശരീക്കുണ്ടാവണം. ഞാനില്ലാന്ന് വിശ്വസിച്ചാലോ നിരീശ്വരവാദിയേ ആകൂ. മുശ്രിക്കാകണോ? അബൂജഹൽ മുശ്രിക്കാണോ? എങ്കിൽ അള്ളാഹു വിശ്വസിച്ചിട്ടുണ്ട്. ഇതാണ് പോയിന്റ്. അബ്ദുള്ള എന്നുള്ള പേര് നബി ഇട്ടതാ. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമ. ഖദീജ ബീവി പറയാണ് അള്ളങ്ങളെ കൊയക്കൂല. ഇറാഖ് ഗുഹയിൽ പോയി വന്നപ്പോ ആ അള്ളാനെ പറ്റി നബി പഠിപ്പിച്ചിട്ടുണ്ടോ ഖദീജ ബീവിനെ? ഏത് മദ്രസിലാ ഖദീജ ബീവി പഠിച്ചത്? അള്ളങ്ങളെ കൈവിടൂല. ആ അള്ളാരാ? അവർക്കറിയുന്ന ആ അള്ളാരാ? ചിന്തിക്കണം, എല്ലാവരും ആലോചിക്കണം. ഇന്ന് എന്താ അവരുടെ കുഴപ്പം? എന്താ പിന്നെ അവരുടെ കുഴപ്പം? നമുക്ക് പരിശോധിക്കാം. എന്താണ് ആ ആളുകളുടെ കുഴപ്പം? എന്തായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ കുഴപ്പം? എന്തായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നമുക്ക് ആ വാചകത്തിലൂടെ കടന്നു പോകാം. എന്താ? ഇന്നല്ലദീൻ, അല്ലാഹു പറയാൻ, തീർച്ചയായും അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി. അടിവരട്ടോണട്ടോ എല്ലാ മൊയ്ലിയാന്മാരും, എല്ലാ ഉസ്താദുമാരും, എല്ലാ ദുർവ്യാഖ്യാനക്കാരും, എല്ലാ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരും ഈ ഖുർആന്റെ വചനം വഹാബികളുടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇറക്കിയതല്ല. ഓർത്തുകൊള്ളുക. എന്താ പറഞ്ഞു? അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. എന്താണ്? അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് നിഷ്കളങ്കമായ കീഴ്വണക്കം. കാരണം എന്താ? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാ വയൂതുസ് സക്കാ വദാലിക ദീനുൽ ഖയ്യിം. അല്ലേ? ആലോചിച്ചോക്കേ. സൂറത്ത് ബയ്യിന 5-ാമത്തെ വചനം. അല്ല മാത്രമാണ്. ഇന്ന് നോക്കുങ്ങളെ, ഇന്ന് അല്ല പറയാണ് അല്ലാഹ്ക്ക് പുറമെ വല്ലദീന ഇത്തഖദൂ, അർത്ഥം വെക്ക്, ഒരു കൂട്ടർ ഇത്തഖദൂ, അവർ ഉണ്ടാക്കി, അവർ സ്വീകരിച്ചു. എന്ത്? അല്ലാഹ്ക്ക് പുറമെ ഔലിയാക്കളെ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഈ ഔലിയാക്കളെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനാണ്? കേട്ടോളൂ. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. അവർ ഏതൊരു കാര്യം നോക്കൂ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ കൂടുതൽ അടുപ്പമുണ്ടാക്കാനാണ്. ആരിലേക്ക്? യേശുവിലേക്കല്ല, ഉസൈറിലേക്കല്ല, അല്ലാഹുവിലേക്ക് ഈ ആളുകൾ, ഈ ഔലിയാക്കൾ ഞങ്ങൾ അടുപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഈ ഔലിയാക്കളെ പിന്നാലെ പോയ ആളുകളില്ലേ, ഈ കുഫ്രിയത്തിൽ ജീവിച്ചവർ, അവരെ ഞാൻ വിചാരണക്ക് വിധേയമാക്കുന്ന അല്ലാഹു പറയുന്നത്. ചിന്തിക്ക്, എന്താ അവരുടെ വാദം? സഹീഹ് മുസ്ലിം 1181-ാമത്തെ ഹദീസിൽ ഇമാം മുസ്ലിം ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂജഹലുമാരുടെ, ഹുത്ബത്തുമാരുടെ, ശൈബത്തുമാരുടെ തൽബിയത്തിനെ കുറിച്ചാ പറയുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ലല്ലാ. എന്നിട്ട് പറയാൻ ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൊഴികെ. എന്താ അവരുടെ പ്രത്യേകത? ഇല്ലാ ശരീകൻ ഹുവ ലക. ആരാടി ലക? അല്ലാഹുവേ അവർ നിനക്കുള്ളവരാണ്. അവർ ഉടമപ്പെടുത്തിയത് മുഴുവനും നീ കൊടുത്തതാണ്. നീ കൊടുക്കാത്തതായി അവരുടെ കൈകളിൽ ഒന്നുമില്ല. എങ്കിൽ പറയൂ, ആധുനിക സമസ്തയിലെ മുസ്ലിങ്ങളെ, നിങ്ങളുടെ രക്ഷയോർത്ത് വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനാണ് ഈ വാചകം ഞാൻ നിങ്ങളോട് തീർത്തു പറയുന്നത്. അടുത്ത വാചകം എന്താ? വയഅബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. ഇവർ അല്ലാഹുവിന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശ. വതിൽക സിഫാത്തുല്ലതി തഗയ്യലുഹാ ബിഅസ്നാമിഹിം,
അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹ് ബിഗൈരി ഇദ്നി. ഇമാം റാസിയുടെ ഉദ്ധരണിയാണ്. അല്ലാഹുവിലേക്ക് പറഞ്ഞ ഞങ്ങളുടെ ശുപാർശകരാണ്. അപ്പൊ അവർ അല്ലാഹുവിൽ വിശ്വസിച്ചോ? പിന്നെന്താ അവരുടെ പ്രശ്നം? സൂറത്ത് സ്വാദ് 38-ാം അധ്യായം 5-ാമത്തെ വചനം, അജഅലൽ ആലിയത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഞങ്ങൾ ഒരുപാട് ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്യാറുണ്ട്. അബൂജഹൽ പറയാണ്, ഒരുപാട് ഔലിയാക്കളെ, മഹാന്മാരെ, വലിയ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളവരെ, അവരെ ഞങ്ങൾ വിളിച്ച് ദുആ ചെയ്യാറുണ്ട്. ആ ദുആ ചെയ്യുന്നതൊക്കെ നിർത്തി വെച്ചിട്ട് അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണം എന്നാണോ പറയുന്നത്? വല്ലാത്തൊരു ചോദ്യാത്, വല്ലാത്തൊരു ചോദ്യാത്. ഇനി ആലോചിക്ക്, ഈ അള്ളാഹിനെ കുറിച്ച് അവരുടെ ധാരണ എന്താ? അള്ളാഹ് പരമകാരുണികനാന്ന് അവർ അംഗീകരിച്ചില്ല. അള്ളാഹ് പാപം പൊറുക്കുന്നവനാന്ന് അവർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് അള്ളാഹ് വിളിച്ചു പറഞ്ഞു, റസൂലേ പറ, ലോകത്തോട് പറ. എന്തു പറ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായവർ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് പുറത്തു തരില്ല, ഇടയാളന്മാരെ വേണം എന്ന് വിചാരിക്കുന്നവരോട് പറ, അവരെന്നോട് തേടട്ടെ, അവരെന്നിൽ വിശ്വസിക്കട്ടെ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്ന പറ. എന്റെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുതെന്ന് പറ. താവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പറയുന്നുണ്ട്, തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബ പിന്നെയും. ഇത് അപാരമായ ഒരു ആശയമാണ്. തീർന്നില്ല. ഫൈദാ റക്കിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ഖുർആനിന്റെ 29-ാം അധ്യായം, ഖുർആനിന്റെ 39-ാം അധ്യായം, ഖുർആനിന്റെ 31-ാമത്തെ അധ്യായം, ഇതിലൊക്കെ അല്ലാഹ് പറയാ, മക്കാ മുശ്രിക്കുകൾ കടലിൽ യാത്ര പോകുമ്പോ കാറ്റിലും കോളിലും പെട്ട് കപ്പലാടി ഉലഞ്ഞാൽ അവർ അള്ളാഹനെ മാത്രം വിളിക്കും. നമ്മുടെ നാട്ടിലെ ബുഖാരി തങ്ങളോ കടലിൽ വെച്ച് പിന്നെ ബദരീങ്ങളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ നേടാൻ ബദരീങ്ങളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. കുരിശിലേറ്റപ്പെട്ട സമയത്ത് യേശു ക്രിസ്തു അള്ളാഹിനോട് ദുആ ചെയ്തു. 260 കോടി ക്രിസ്ത്യാനികൾ അള്ളാഹിനെ വിട്ടു യേശുവിനോട് ദുആ ചെയ്തു. ബദറിൽ നബിയും സഹാബത്തും അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തു. പക്ഷേ ഒന്നുകൂടി നിങ്ങൾ ഓർക്കണം, ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 മുക്കൂട്ട് ദൈവം, ഇന്നല്ലാഹ സാലിസു സലാസ. പക്ഷേ അസ്ഹരിയുടെ വിശ്വാസം എന്താ? ഹക്കീം അസ്ഹരിയുടെ വിശ്വാസം എന്താ? 313 ഇലാഹ്, അല്ലാഹ് ഉൾപ്പെടെ 314. ആലോചിക്ക്. ക്രിസ്ത്യാനികളോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവർക്കോ 310 ദൈവം കൂടുതലാ. ആരാ കൂടുതൽ പിഴച്ചത്? ആരാ കൂടുതൽ പിഴച്ചത്? ആലോചിച്ചോ, ചിന്തിച്ചോ. ആഖിറം വെറുതെയല്ല എന്നാലോചിച്ചോളൂ. തീർന്നില്ല. ഈ അല്ലാഹുവിനെ ശരിക്ക് പഠിച്ചാൽ എന്താ ഉണ്ടാവുക? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അല്ലാഹനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, തങ്ങന്മാരെ പറ്റി, ബീവിമാരെ പറ്റി, അനല്ലാഹ്, ഞാനാണ് റബ്ബ് എന്ന് വരെ CM മടവൂര് പറഞ്ഞു എന്ന അതേ ഫഖാല അന റബ്ബുക്കുമുൽ അഅല എന്ന് ഫിറൗൻ എന്ന കാഫിറ പറഞ്ഞത്. ഒരു പ്രവാചകന്റെ നാവിലൂടെയും ആ വാക്ക് വന്നിട്ടില്ല. ഒരു സ്വഹാബത്തിന്റെ വാക്കിലൂടെയും ആ വാക്ക് വന്നിട്ടില്ല. ഒരു രക്തസാക്ഷിയുടെ നാവിലൂടെയും ആ വാക്ക് വന്നിട്ടില്ല. സുബ്ഹാനല്ലദീ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. ചന്ദ്രനിൽ പോയ അത്ഭുതം, സൂര്യനിൽ പോയ അത്ഭുതം, ചൊവ്വയിൽ പോയ അത്ഭുതം, 7 ആകാശവും കടന്ന് ബൈത്തുൽ മാമൂർ വരെ അല്ലാഹുവിന്റെ റസൂൽ രാപ്രയാണം പോയി. അപ്പോഴും അല്ലാഹ് പറയാ, ഇതിന്റെ അടിമയാട്ടോ, ഇതെന്റെ അടിമയാ, അതിനപ്പുറത്തേക്ക് ഉയരൂല. ഈ ഖുർആൻ അവതരിപ്പിച്ച് നിങ്ങൾക്ക് ഓതി തന്ന മുഹമ്മദ് നിരക്ഷരനായ പ്രവാചകനാണ്, എന്റെ അടിമയാ. വൈകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സല. ഞാനാണടോ ഉടമ, ഞാനാണടോ മാലിക്കുൽ മുലൂക്, ഞാനാണടോ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ. യഅലമു യഅലമു, ഞാൻ അറിയുന്നുണ്ടോ നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടം. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, ഞാൻ അറിയുന്നു നിന്റെ ഹൃദയത്തിന്റെ കട്ടുനോട്ടം. അല്ലാഹനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലതു ഖുലൂബുഹും യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അതെ, ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ. അതുകൊണ്ടാണ് ആട്ടുകട്ടിലിൽ ഇരുന്ന് ആ പെണ്ണ് പാടിയത്, ലഖത്വാല ഹാദൽ ലൈലു വജ്വദ ജാനിബുഹു. ചുറ്റും കറുത്ത് തമോമയമായി ഇരുൾ മുറ്റും ഇരവിതിൽ ഏകാഗിയാണ് ഞാൻ, കൂട്ടിനൻ തോഴനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. അല്ലാഹനെ രഹസ്യമായും പരസ്യമായും
പേടിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടായി. അള്ളാനെ പേടിച്ച് മദ്യം ഒഴിവാക്കി, അള്ളാനെ പേടിച്ച് വ്യഭിചാരം ഒഴിവാക്കി, അള്ളാനെ പേടിച്ച് പലിശ ഒഴിവാക്കി. ഇതാണ് ഇസ്ലാം അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കുക വഴി ഉണ്ടാകുന്നത്.